Welcome to Universal YouTube channel. USMO, Universal Science and Math Olympiad. അതിന്റെ ക്ലാസ് 10ന്റെ വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. A എന്ന് പറയുന്നത് 10 plus 4 root 6x and B equal to 1 by A. Then find A plus B ആണ് ചോദ്യം. ഓപ്ഷൻസ് ആയിട്ട് 5.5 plus 3 root 6, 10 minus 2 root 6, 12.5 plus 3 root 6, 5 plus 2 root 6 ഉണ്ട്. അതായത് എയും ബിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എ പ്ലസ് ബി എന്താണെന്ന ചോദ്യം. അപ്പോൾ ബി എന്ന് പറഞ്ഞത് ആക്ച്വലി 1 by A ആണ്. അത് ബി എന്ന് പറഞ്ഞത് 1 by 10 plus 4 root 6 ആണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ 10 plus 4 root 6 ആണ്. അതായത് ഡിനോമിനേറ്ററിൽ ഇറാഷണൽ ടേംസ് ഉണ്ട്. റൂട്ട് 6 ആണ് ഇറാഷണൽ ടേംസാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിനെ കോൺജുഗേറ്റ് എടുത്ത് മോളും താഴെ മൾട്ടിപ്ലൈ, അതായത് റാഷണലൈസേഷൻ ചെയ്യണം. റാഷണലൈസേഷൻ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ 1 by 10 plus 4 root 6ന്റെ കോൺജുഗേറ്റ് എടുത്ത് മോളും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ദിസ് 10 minus 4 root 6 കൊണ്ട് മോളും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. 10 minus 4 root 6 മോളും താഴെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റാഷണലൈസേഷൻ എന്ന് വിളിക്കും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? റാഷണലൈസേഷൻ എന്ന് പറയും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബി എന്ന് കിട്ടുമെന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ഏത് റിസൾട്ടും കൂടി അപ്ലൈ ചെയ്യും. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അത് ഡിനോമിനേറ്ററിൽ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ദാറ്റ് മീൻസ് ബി ഈക്വൽ ടു 10 minus 4 root 6 ഡിവൈഡ് ബൈ 10 സ്ക്വയർ മൈനസ് 4 root 6ന്റെ സ്ക്വയർ എന്ന് എഴുതാം. അത് ഏത് വെച്ച് എഴുതിയ മക്കളെ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഇതനുസരിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ബി ഈക്വൽ ടു 10 minus 4 root 6 10 minus 4 root 6 ഡിവൈഡ് ബൈ എന്ത് വരും മക്കളെ? 10 സ്ക്വയർ 100 മൈനസ് 4ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 16ഉം റൂട്ട് 6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6ഉം ആണ്. 4ന്റെ സ്ക്വയർ 16, റൂട്ട് 6ന്റെ സ്ക്വയർ 6 ആണ്. സോ ബി ഈക്വൽ ടു 10 minus 4 root 6 ഡിവൈഡ് ബൈ 100 മൈനസ് 96 ആണ്. 96 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 4 ആണ്. ബി കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി ആണ്. സോ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എ ഓൾറെഡി നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. 10 plus 4 root 6 പ്ലസ് ബി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ബി എന്ന് പറഞ്ഞത് 1 by A ആയിരുന്നു. ദാറ്റ് മീൻസ് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ബി ഈക്വൽ ടു 1 by A അഥവാ 10 minus 4 root 6 ഡിവൈഡ് ബൈ 4 എന്ന് എഴുതാം. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞത് ക്രോസ് മൾട്ടിപ്ലൈ, കാരണം ഇതിൻ്റെ അടിയിൽ ഒരു 1 ഉണ്ട്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 into 10 plus 4 root 6 plus 10 minus 4 root 6 divide by 4 എന്ന് എഴുതാം. So a plus b equal to 4 into 10 40 plus 16 root 6 plus 10 minus 4 root 6 divide by 4 എന്ന് എഴുതാം. So a plus b equal to എന്ത് വരും മക്കളെ? 40 plus 10 എത്ര? 50. 16 root 6 minus 4 root 6 എനിക്ക് എങ്ങനെ എഴുതാം? 12 root 6 എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 4 ആണ്. സോ ഓരോന്നിനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 50 by 4 പ്ലസ് 12 by 4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 3 root 6 എന്ന് വരും. 50 by 4 എന്ന് പറയുമ്പോൾ മീൻസ് ആൻസർ ഈസ് 50 by 4 എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ആൻസർ എന്തായിരിക്കും മക്കളെ? ഫൈനൽ ആൻസർ വിൽ ബി A plus B equal to that is 50 by 4 is 12.5 plus 3 root 6 ആയിരിക്കും റിക്വയർഡ് ആൻസർ. 12.5 plus 3 root 6. അപ്പോൾ ഏതായിരിക്കും മക്കളെ ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? 12.5 plus 3 root 6 എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് സി ആണ് കറക്റ്റ് ആൻസർ. സോ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഒരു ഐഡന്റിറ്റി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ ചെയ്തത് ഇത് ആഡ് ചെയ്യാൻ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ ഈ ഒരു ഐഡിയ അപ്ലൈ ചെയ്തു. എ ബൈ ബി പ്ലസ് സി ബൈ ഡി എന്ന് പറഞ്ഞത് നമ്മൾ എ ഡി പ്ലസ് ബി സി ഡിവൈഡ് ബൈ ബി ഡി എന്ന് പറഞ്ഞ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്തത്. ഇവിടെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതായിരിക്കും മക്കളെ? കറക്റ്റ് ആൻസർ സി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഐഡിയ റാഷണലൈസേഷൻ, അതായത് ഡിനോമിനേറ്ററിൽ റാഷണൽ ടേംസ് വന്നിട്ടുണ്ടെങ്കിൽ
ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് മുകളിൽ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഒരു പ്രോസസ്സിനെയാണ് റാഷണലൈസേഷൻ എന്ന് വിളിക്കുക. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സോ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് a പ്ലസ് 1/a 3 ആണ്. ദെൻ ദ വാല്യൂ ഓഫ് a സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ ആണ്. അത് നമുക്ക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. a പ്ലസ് 1/a എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 3 ആണ്. ഞാൻ രണ്ട് സൈഡും ഇതിനെ സ്ക്വയർ ചെയ്തിരുന്നെങ്കിൽ, ഈ ഇക്വേഷനെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും സ്ക്വയർ ചെയ്തിരുന്നെങ്കിൽ എന്താ സംഭവിക്കും മക്കളെ? സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് ദാറ്റ് ഈസ് a പ്ലസ് 1/a ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 3 സ്ക്വയർ അഥവാ 9 വരും. 3 സ്ക്വയർ അഥവാ 9. a പ്ലസ് ബി ഹോൾ സ്ക്വയർ അനുസരിച്ച് നമുക്കറിയാം വാട്ട് ഈസ് a പ്ലസ് ബി ഹോൾ സ്ക്വയർ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ആ ഒരു ഐഡന്റിറ്റി ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ദാറ്റ് ബിക്കംസ് a സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു 1/a പ്ലസ് 1/a സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 9 ആണ്. ഓക്കെ, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിന് പകരം ബിക്ക് പകരം ഇവിടെ 1/a ആണ്. സോ a സ്ക്വയർ പ്ലസ് എന്തായിരിക്കും മക്കളെ? a ഇൻറ്റു 1/a എന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് 2 എന്ന് എഴുതാം, പ്ലസ് 1/a സ്ക്വയർ ആണ് 9 ആവുക. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഈ 2നെ അങ്ങോട്ട് കൊണ്ടുവരുന്നെങ്കിൽ a സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 9 മൈനസ് 2 ആണ്, അഥവാ 7 എന്ന് വരും. 7 ആയിരിക്കും റിക്വയർഡ് ആൻസർ. സോ a സ്ക്വയർ പ്ലസ് 1/a സ്ക്വയറിന്റെ വാല്യൂ എത്ര മക്കളെ? 7 ആയിരിക്കും. സി ആണ് കറക്റ്റ് ആൻസർ. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. എന്താ ചെയ്തത് നമ്മൾ? a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐഡന്റിറ്റി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു. a പ്ലസ് 1/a, അതായത് ആ ഇക്വേഷൻ നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് എന്താ? a സ്ക്വയർ പ്ലസ് 2a ഇൻറ്റു 1/a പ്ലസ് 1/a സ്ക്വയർ. ആ എയും 1/aയും ക്യാൻസൽ ചെയ്തു പോയി, അതായത് ഇതും ക്യാൻസൽ ആയി പോയി. അപ്പോൾ നമുക്ക് എന്തായി? 2നെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും. സോ a സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ 9 മൈനസ് 2 7 ആയിരിക്കും റിക്വയർഡ് ആൻസർ. സോ ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Which of the following set of points lies on the same line? നമുക്ക് അതായത് ഈ 3 പോയിന്റ്സും ഒരേ ലൈനിന്റെ മുകളിലുള്ള ഏതാണ്? ഒന്നെങ്കിൽ നമുക്ക് ആ ലൈനിനെ നമുക്കൊന്ന് ഫിഗറിൽ വരച്ചു നോക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാലും മതി. ഓരോന്നിൻ്റെ ആയിട്ട് സ്ലോപ്പ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ആദ്യത്തെ സ്ലോപ്പ് സെയിം ആയാൽ മതി. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 പോയിന്റ് എന്നുണ്ട്. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം ഇതാണ്. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള മാർഗം പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ x1 y1ഉം y1 x2 y2 ആണെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള മാർഗം, സ്ലോപ്പ് എന്ന് പറഞ്ഞത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള മാർഗം. അതായത് ഓരോ പോയിന്റ് വെച്ചിട്ട് നമുക്ക് വേണം ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് പ്ലോട്ട് ചെയ്താൽ ആ പോയിന്റുകൾ വെച്ചിട്ട് ഒരു ലൈൻ ജോയിൻ ചെയ്യാൻ പറ്റും. അതായത് കൊളീനിയർ ആവണം എന്നാണ് പറയുക നമ്മൾ. ഫസ്റ്റത്തെ കേസിൽ എ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ സ്ലോപ്പ് നോക്കി നോക്കുക. എൻ്റെ ഇത് നമ്മൾ പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഈ 1 2 1 3 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്തായിരുന്നു മക്കളെ? ദാറ്റ് ഈസ് 3 മൈനസ് 2 ദാറ്റ് ഈസ് 1 ബൈ 1 മൈനസ് 1 0. സോ സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആണ് ഈ സിറ്റുവേഷനിൽ. അടുത്ത 1 മൈനസ് 3 ബൈ 2 മൈനസ് 1. അടുത്തതിൻ്റെ സ്ലോപ്പ് പറയുമ്പം അപ്പോൾ അത് ആവാൻ സാധ്യതയില്ല. 1 മൈനസ് 3, അതായത് ഈ പോയിന്റ് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്താ? ഇതിൻ്റെ നോട്ട് ഡിഫൈൻഡ് ആണ് സ്ലോപ്പ് വരുന്നത്. അടുത്ത പോയിന്റ് എടുക്കുമ്പോഴോ ഈ 2 പോയിന്റ് എടുത്താലോ? ഞാൻ എടുത്ത നെയിം ചെയ്തു, ഇതിനൊന്ന് നെയിം ചെയ്യാം, എ ബി സി ആണെന്ന് ഇരിക്കാം. അപ്പോൾ എ ബിയുടെ സ്ലോപ്പാണ് ഇതിൽ കണ്ടുപിടിച്ചത്, എ ബിയുടെ സ്ലോപ്പ്. അതുപോലെ സ്ലോപ്പ് ഓഫ് ബി സി കണ്ടിരുന്നെങ്കിലോ? ബി സി കണ്ടിരുന്നെങ്കിൽ ദാറ്റ് ഈസ് 1 മൈനസ് 3 മൈനസ് 2 ഡിവൈഡ് ബൈ 2 മൈനസ് 1 ദാറ്റ് ഈസ് 1 ആണ്. അപ്പോൾ ഇത് ഈക്വൽ ആണോ? അല്ല, കാരണം സ്ലോപ്പ് ഈക്വൽ അല്ല. സോ സ്ലോപ്പ് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി. അപ്പോൾ അതല്ല, എ അല്ല ആൻസർ. രണ്ടാമത് ഞാൻ ബി ചെക്ക് ചെയ്യുമ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റ് ചെക്ക് ചെയ്യുമ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ മക്കളെ? നോക്കി നോക്ക്. 1 1 മൈനസ് 1 1 മൈനസ് 1 1 ആൻഡ് 2 2. അപ്പോൾ ഇതിൽ ഞാൻ എ ബി സി എന്ന് മാർക്ക് ചെയ്തിരുന്നെങ്കിൽ എ ബി സി ആണെങ്കിൽ അതിൽ സ്ലോപ്പ് ഓഫ് എ ബി എന്താണ് മക്കളെ? സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ 1 മൈനസ് 1 ദാറ്റ് ഈസ് 0 ബൈ, ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. സ്ലോപ്പ് ഓഫ് ബി സി ആയിരുന്നെങ്കിലോ? സ്ലോപ്പ് ഓഫ് ബി സി ആയിരുന്നെങ്കിൽ 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1 ബൈ 2 മൈനസ് 1 ദാറ്റ് ഈസ് 3 ആണ്.
അപ്പോൾ ഇവിടെ എന്തല്ല, സ്ലോപ്പ് ഓഫ് എ ബിയും സ്ലോപ്പ് ഓഫ് ബി സി ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ബിയും അല്ല. സി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സി എന്ന് പറയുന്ന പോയിന്റ് ഏതൊക്കെയാണ്? ഞാൻ മാർക്ക് ചെയ്ത് എ എന്ന് പറഞ്ഞത് 1 1 എടുത്തു, ബി എന്ന് പറഞ്ഞത് 2 2 എടുത്തു, സി എന്ന് പറഞ്ഞത് -1 -1 എന്ന് എടുത്തു. അങ്ങനെയാണ് അതിൻ്റെ സ്ലോപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. സ്ലോപ്പ് ഓഫ് എ ബി എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുന്നത് that is 2 - 1, that is 1/2 - 1 1 ആണ്. അതുപോലെ സ്ലോപ്പ് ഓഫ് ബി സി എന്താ മക്കളെ? സ്ലോപ്പ് ഓഫ് ബി സിയുടെ സ്ലോപ്പ് എന്തായിരിക്കും? that is -1 - 2, that is -3 divide by -1 - 2 -3, that's again 1 ആണ്. അപ്പോൾ എ ബിയുടെ സ്ലോപ്പും ബി സിയുടെ സ്ലോപ്പും എന്താ കിട്ടിയ മക്കളെ? സെയിം ആണ്. അങ്ങനെ സെയിം കിട്ടുകയാണെങ്കിൽ എന്താ അർത്ഥം? അത് ആ പോയിന്റ് ലൈൻ്റെ. ഇനി എ സിയുടെ സ്ലോപ്പ് കണ്ടു നോക്കി. സ്ലോപ്പ് ഓഫ് എ സി ചെക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ത് തന്നെ കിട്ടുക? that is -1 - 1, that is -2/-2 തന്നെ again 1 തന്നെ വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം എ ബിയുടെയും ബി സിയുടെയും എ സിയുടെയും സ്ലോപ്പ് സെയിം ആണ്. ദാറ്റ് മീൻസ് ആ 3 പോയിന്റ്സ് ഒരേ ലൈനിൻ്റെ മുകളിലാണ്. ദാറ്റ് മീൻസ് ദിസ് ഇസ് കൊളീനിയർ ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. ആ 3 പോയിന്റും ഒരേ ലൈനിൻ്റെ മുകളിലായിരിക്കും. സോ ആൻസർ ഈസ് സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റൻ നമുക്ക് ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം കേട്ടോ മക്കളെ. അതായത് ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് നോക്കി നോക്കുകയാണെങ്കിൽ, സി എന്ന് പറഞ്ഞ പോയിന്റ് ഞാനൊന്ന് മാർക്ക് ചെയ്തിരുന്നെങ്കിൽ, ലൈനിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിരുന്നത് XY പ്ലെയിനിൽ മാർക്ക് ചെയ്തിരുന്നെങ്കിൽ 1 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. അതേപോലെ തന്നെ 2 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്, 2,2. ഇനി -1 -1 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ അതെല്ലാം കൂടി ജോയിൻ ചെയ്തിരുന്ന നമുക്കൊരു ലൈൻ കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഈസി ആയിട്ട് അത് പോയിന്റ് വരച്ചു നോക്കിയിട്ട് വേണമെങ്കിൽ ഗ്രാഫിക്കലി നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും. ഓക്കെ, അപ്പം സെയിം പോയിന്റിലാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പുകൾ അഥവാ ചരിവ് എല്ലായിടത്തും സെയിം ആയിരിക്കും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇനി പാരലോഗ്രാം എ ബി സി ഡി എന്ന് പറഞ്ഞൊരു പാരലോഗ്രാം. എ ബി എന്ന് പറഞ്ഞത് 4x + 3 ആൻഡ് സി ഡി = 6x - 1. ഫൈൻഡ് എക്സ് ആണ് ചോദിച്ചത്. ഈ പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആയിരിക്കും. ഇൻ പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ ആണ്. ഞാൻ റഫ് ഫിഗർ ആയിട്ട് ഒരു പാരലോഗ്രാം അത് വരച്ചു എന്ന് ഇരിക്കും. റഫായിട്ട് എ ബി സി ഡി എന്ന് പറഞ്ഞ പാരലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? ഇതും പാരലൽ ആയിരിക്കും ആൻഡ് ഈക്വൽ ആയിരിക്കും. അല്ലെ, ഇതും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് എ ബി = ABCD എന്ന് പറയുമ്പോൾ എ ബിയും സി ഡിയും ഈക്വൽ ആയിരിക്കുമല്ലോ. എ ബി = CD എന്ന് എഴുതാം. അങ്ങനെയാണ് മക്കളെ 4x + 3 എന്ന് പറഞ്ഞത് ആർക്ക് തുല്യമായിരിക്കും? ദാറ്റ് ഈസ് 6x - 1 തുല്യമായിരിക്കും. അപ്പോൾ ഇതിന് 4xനെ അങ്ങോട്ട് തട്ടിയിരുന്നെങ്കിൽ 6x - 4x ആണ് ആര് മക്കളെ? -1 കൊണ്ടുപോകുമ്പോൾ 3 + 1 അഥവാ 4 വരും. സോ 2x = 4 ആണ്. ദാറ്റ് മീൻസ് x = 2 ആയി മാറും. സോ സി ആണ് കറക്റ്റ് ആൻസർ. ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഏരിയയിലുമായിട്ട് സർഫസ് ഏരിയ വോളിയമെല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് ഈസ് 150 cm². അപ്പോൾ ക്യൂബ് എന്ന് പറഞ്ഞത് ഇതായിരുന്നു. ഒരു സോളിഡ് ആയിട്ടുള്ള ഷേപ്പ് ക്യൂബ് എന്ന് പറയുമ്പോൾ ഇതായിരുന്നു. ക്യൂബ്. ഈ ക്യൂബിന്റെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ വരുമ്പോൾ TSA. ആ TSA കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് വെച്ചാൽ ക്യൂബിന് 6 ഫേസുകളല്ല, ഓരോ ഫേസും സ്ക്വയറുകളായിരിക്കും. അതിന്റെ സൈഡ് ഞാൻ X ആക്കിയിട്ടാണ് എടുത്തതെന്ന് ഇരിക്കുക. അങ്ങനെയാണ് 6 ഇൻറ്റു ഒരു ഏരിയ കണ്ടുപിടിക്കുക. അതായത് ഒരു ഫേസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ X². അങ്ങനത്തെ 6 ഫേസ് ഉണ്ടെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ 6x². അത് 150 cm² ആണ്. ദാറ്റ് മീൻസ് 150 ആണ് 6x². അങ്ങനെയാണ് മക്കളെ 150 / 6 ആണ് x². 150/6 എന്ന് പറയുമ്പോൾ 25 ആണ്. 25 ആണ് x². x² 25 ആണെങ്കിൽ x² 25 ആണ്. x = √25 അഥവാ 5 ആയിരിക്കും. 5 cm ആണ് അതിൻ്റെ എഡ്ജ്, അതായത് ആ ക്യൂബിന്റെ എഡ്ജിന്റെ ലെങ്ത്. നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ വോളിയം ഓഫ് എ ക്യൂബ് ദാറ്റ് ആസ് സൈഡ് ഓഫ് ഡബിൾ ദ ലെങ്ത്. അതായത് ആദ്യത്തെ ക്യൂബിന്റെ ഡബിൾ ലെങ്ത് ആയിട്ടുള്ള. അപ്പോൾ ന്യൂ ക്യൂബിന്റെ വോളിയം ചോദിച്ചത്. സോ
ന്യൂ ലെങ്ത് എന്ന് പറയുമ്പോൾ പുതിയ ലെങ്ത് എന്തായി മാറി? പുതിയ ന്യൂ ലെങ്ത് ഓഫ് ദ ക്യൂബ് ഈസ് ഈക്വൽ ടു എന്തായി മാറി? 2x ആണ്. ദാറ്റ് ഈസ് 2 into 5 ആണ്, അഥവാ 10 ആണ്, 10 സെന്റിമീറ്റർ ആണ്. വോളിയം ഓഫ് ക്യൂബ് ആണ് ചോദിച്ചത്. വോളിയം ഓഫ് ക്യൂബ്, then volume of cube, that is the side of double the length, then volume of, find the volume of cube, that is അതിന്റെ double length, volume of the cube എന്തായി മാറും? that is volume of cube കണ്ടുപിടിക്കാനുള്ള മാർഗം സൈഡ് ക്യൂബാ, സൈഡ് ഇൻറ്റു സൈഡ് ക്യൂബാ, സൈഡിന്റെ ക്യൂബാണ്. ദാറ്റ് മീൻസ് നമ്മളെ സൈഡ് എന്ന് പറയുമ്പോൾ, അതായത് ഇത് ക്യാപിറ്റൽ എക്സ് ആണ് എന്ന് വിചാരിക്കുക, പുതിയതാണെങ്കിൽ ക്യാപിറ്റൽ എക്സ് ക്യൂബാണ്. ക്യാപിറ്റൽ എക്സ് ആയിട്ട് നമ്മൾ 10 ആണ് എടുത്തത്. അപ്പോൾ 10 ക്യൂബ് ആണ് പുതിയ വോളിയം. ദാറ്റ് ഈസ് 10 into 10 into 10 ആണ്. ദാറ്റ് മീൻസ് എത്ര ആയിരിക്കും? 1000 ആയിരിക്കും. 1000 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. സോ ഏതായിരിക്കും മക്കളെ ആൻസർ? 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ മക്കളെ? ദാറ്റ് മീൻസ് ബി ആണ് ആൻസർ, സെന്റിമീറ്റർ ക്യൂബ്. വോളിയത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബിലാണ് പറഞ്ഞത്. ഏരിയ ആവുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. സോ അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പോസിബിൾ വാല്യൂസ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആണ്? താഴെ കൊടുത്തവയിൽ ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആവുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻസ് ആയിട്ട് 10, 12, 22, 13, 29, 14, 12, 9, 15 ഇവയൊന്നുമല്ല, അഥവാ നൺ ഓഫ് ദീസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ആണ്. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി തിയറം പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ട്രയാങ്കിള് ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ടെന്ന് ഇരിക്കാം. ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. ആ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ അതിന്റെ വശങ്ങൾ, ഓരോ വശങ്ങൾ അഥവാ സൈഡുകളാണ് സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും സ്മോൾ ലെറ്റർ സിയും. അതായത് ആംഗിൾ എന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് സ്മോൾ ലെറ്റർ എ ആക്കി എടുത്തത്. ആംഗിൾ ബിന് ഓപ്പോസിറ്റ് ആയ സൈഡ് സ്മോൾ ബി ആണ്. ആംഗിൾ സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് സ്മോൾ ലെറ്റർ സി. തിയറം പറയുന്നത് എത്രേ ഉള്ളൂ? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി തിയറം എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ എപ്പോഴും നിങ്ങൾ ഏതെങ്കിലും രണ്ട് സൈഡുകൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായിരിക്കണം. അതാണ് തിയറം പറയുന്നത്. അത് A+B എന്ന് പറഞ്ഞത് മസ്റ്റ് ആയിട്ട് സിനേക്കാൾ വലുതായിരിക്കണം, അല്ലെങ്കിൽ B+C എന്ന് പറഞ്ഞത് മസ്റ്റ് ആയിട്ട് എനേക്കാൾ വലുതായിരിക്കണം. A+C എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കണം. ഇതാണ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി തിയറം പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും രണ്ട് സൈഡുകൾ എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായാൽ മാത്രമേ അത് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇവിടെ ഈ പറഞ്ഞതിൽ ഫസ്റ്റ് ഓപ്ഷൻ റിജക്ട് ചെയ്യാൻ കാരണം 10ഉം 12ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 22നേക്കാൾ വലുതല്ല. അതുകൊണ്ടാണ് മീൻസ് 10 + 12 എന്ന് പറഞ്ഞത് ഈക്വൽ ടു 22 ആണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ റിജക്ട് ചെയ്തത്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്ക്, 13ഉം 29ഉം കൂട്ടിയാൽ 14നേക്കാൾ വലുതാണ്. പക്ഷേ 13 + 14 എന്ന് പറഞ്ഞത് ദാറ്റ് മീൻസ് ലെസ് ദാൻ 29 ആണ്. ലെസ് ദാൻ 29നേക്കാൾ ചെറുതാണ്. അങ്ങനെ പാടില്ല. ഏത് രണ്ട് സൈഡ് എടുത്ത് കൂട്ടിയാലും അത് മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സി നമുക്ക് പോസിബിൾ ആണ്. കാരണം എന്തുകൊണ്ടാണ് സി പോസിബിൾ ആയത്? ബി പോസിബിൾ അല്ല. സി എന്തുകൊണ്ടാണ് പോസിബിൾ? സി എന്ന് പറഞ്ഞത് ശരിയാണ്, അതായത് സി ആണ് ആൻസർ. കാരണം എന്താ? നിങ്ങൾ ഏതെങ്കിലും രണ്ട് സൈഡ് 12ഉം 9ഉം അത് കൂട്ടിക്കഴിഞ്ഞാൽ അത് 15നേക്കാൾ വലുതാ. 9ഉം 15ഉം അത് കൂട്ടിയാലും എന്താ? 12നേക്കാൾ വലുതാ. ഈ 12ഉം 15ഉം അത് 9നേക്കാൾ വലുതാണ്. ദാറ്റ് മീൻസ് ഏത് രണ്ട് സൈഡുകൾ കൂട്ടിക്കഴിഞ്ഞാലും എന്തിനേക്കാൾ വലുതാണ്? അടുത്ത മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതാണ്. ദാറ്റ് മീൻസ് 9ഉം 12ഉം കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഒബേ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെടുക്കാം? മൂന്നാമത്തെ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, സോ 12, 9, 15 എന്ന് പറഞ്ഞാൽ ഈ സൈഡുകൾ ഏത് രണ്ട് സൈഡ് എടുത്ത് കൂട്ടിക്കഴിഞ്ഞാലോ അത് മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായത് കൊണ്ട് സി ആണ് കറക്റ്റ് ആൻസർ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x+3 ഹോൾ ക്യൂബ് ആണ്. ഓപ്ഷൻസ് ആയിട്ട് 1 ഉണ്ട്, 9 ഉണ്ട്, 18 ഉണ്ട്, 27 ഉണ്ട്. അതായത് x+3 ഹോൾ ക്യൂബിൽ എക്സ് സ്ക്വയറിന്റെ ഗുണകം എത്രയാണെന്ന ചോദ്യം. നമുക്ക് A+B ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ ഒന്ന് ആദ്യം എഴുതി നോക്കാം. എന്തായിരുന്നു അറിയാം മക്കളെ? A+B ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ അത് A³ + 3A² B + 3AB² + B³ ആണ്. ഇവിടെ x+3 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ x+3 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? x+3 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് x³ + 3x² into 3 3x² into 3 plus എന്ത് വരും? 3x² into 3 plus 3x into 3² plus 3³ എന്നാണ് വരിക.
That means x plus 3 whole cube എന്ന് പറയുമ്പോൾ that is x cube plus 3 into 3, that is 9x square plus 9 into 3, 27x plus 27 ആണ്. ഇനി നമ്മളോട് ചോദിച്ചത് എക്സ് സ്ക്വയറിൻ്റെ ഗുണകമാണ്, അതായത് എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ. എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഉള്ള ആളാണ് നോക്കേണ്ടത്, എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ എന്ന് പറയുമ്പോൾ കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 9 ആണ്. 9 ആണ് എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഉള്ളത്. ദാറ്റ് മീൻസ് ബി ആണ് കറക്റ്റ് ആൻസർ. സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം മക്കളെ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഫോർത്ത് റൂട്ട് ഓഫ് തേർഡ് റൂട്ട് ഓഫ് 2 സ്ക്വയർ ആണ്. അതായത് ഫോർത്ത് റൂട്ട് ഓഫ് എന്താണ് പറയുക, ഫോർത്ത് റൂട്ട് ഓഫ് തേർഡ് റൂട്ട് ഓഫ് 2 സ്ക്വയറിന്റെ വില കാണുക. ഇതിൽ നമുക്ക് അറിയേണ്ടത് എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം എൻ ആ. അപ്പം അതേപോലെ തന്നെ nth റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എ റേസ് ടു 1/n എന്ന് എഴുതാൻ പെർമിഷൻ ഉണ്ട്. അപ്പൊ ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫോർത്ത് റൂട്ട് ഓഫ് തേർഡ് റൂട്ട് ഓഫ് 2 സ്ക്വയറിന് എനിക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ എഴുതാം, 2 സ്ക്വയർ റേസ് ടു 2 സ്ക്വയറിന് വേണം 4 എന്ന് എഴുതാം. 2 സ്ക്വയർ റേസ് ടു ആരാ എഴുതാം, 1/4 എന്ന് എഴുതാം. പിന്നെ ഈ 2 സ്ക്വയറിന് എനിക്ക് ഇനി വീണ്ടും എങ്ങനെ എഴുതാം, 2 സ്ക്വയർ റേസ് ടു 1/3 റേസ് ടു 1/4 എന്ന് എഴുതാം. അപ്പോൾ ഇത് എന്തായി മാറി, ആക്ച്വലി ഈ പറഞ്ഞ റിസൾട്ട് അനുസരിച്ച് ഈ എ റേസ് ടു എം ഓൾ റേസ് ടു എ റേസ് ടു എം എൻ ആണല്ലോ. ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 റേസ് ടു 2 ഓൾ റേസ് ടു 1/3 ഇൻറ്റു 1/4നെ 1/12 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2 റേസ് ടു, വീണ്ടും ഇതേ റിസൾട്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ 2 റേസ് ടു 2/12 എന്നാവും. ദാറ്റ് ഈസ് 2 റേസ് ടു 1/6 ആവും. സോ 2 റേസ് ടു 1/6 ആണ് ആൻസർ, അഥവാ സി ആണ് കറക്റ്റ് ആൻസർ മക്കളെ, 2 റേസ് ടു 1/6. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട് ഇത്രേ ഉള്ളൂ, എ റേസ് nth റൂട്ട് ഓഫ് എ. ഇങ്ങനെ എഴുതിയെന്ന് വിചാരിക്കാൻ, ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 5 എന്ന് എഴുതിയിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു 7 എഴുതിയാൽ അതിൻ്റെ അർത്ഥം 5 റേസ് ടു 1/7 ആണ്. 5ന്റെ പവറിൽ 1/7 ഉണ്ട് എന്ന് അർത്ഥം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്തത്. അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ മക്കളെ, 2 റേസ് ടു 1/6 ആണ്. ഇവിടെ അപ്ലൈ ചെയ്ത് നമ്മൾ ലോ ഓഫ് എക്സ്പോണൻസ് ആണ് വിളിക്കുക. ലോ ഓഫ് എക്സ്പോണൻസ് ആണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തത്. ലോ ഓഫ് എക്സ്പോണൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം മക്കളെ. If each observation of data is increased by 5, then their mean എന്താണെന്ന് ചോദിച്ചത്. അതായത് ഒരു ഡാറ്റയിലെ ഓരോ നിരീക്ഷണത്തിൻ്റെയും വില 5 വീതം കൂട്ടിയാൽ മധ്യത്തിലുണ്ടാവുന്ന വ്യത്യാസം എത്ര എന്നാണ്. അതായത് ഓപ്ഷൻസ് ആയിട്ടുള്ളത് മാറ്റമൊന്നും ഉണ്ടാവില്ല, 5 മടങ്ങാവുന്നു, 5 കുറയുന്നു, 5 കൂടുന്നു. അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അതായത് നമ്മളൊരു ഡാറ്റ എടുത്തു, ആ ഡാറ്റയിൽ ഓരോ ഒബ്സർവേഷനെയും 5 വെച്ച് കൂട്ടി. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാൻ എക്സ് ഒബ്സർവേഷൻ, ഇതിൻ്റെ മീന് കണ്ടുപിടിക്കാൻ ഞാൻ എക്സ് ബാർ എന്ന് പറഞ്ഞ സിമ്പിളാണ് ഉപയോഗിച്ചിരിക്കുക. അപ്പം x1ഉം മീനിന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. മീന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഇതാണ് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ നമ്മൾ ഓരോ ഒബ്സർവേഷനും 5 വെച്ച് കൂട്ടുക പറഞ്ഞാൽ മീൻ കണ്ടുപിടിക്കാൻ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര xn ബൈ n ആണെങ്കിൽ ഓരോ ഒബ്സർവേഷനും ഞാൻ എന്താക്കി മാറ്റാണ്, 5 വെച്ച് കൂട്ടുകയാണ് സംഭവിക്കുക വെച്ചാൽ മീൻ എന്തായി മാറുമെന്ന് വെച്ചാൽ പുതിയ മീന്, ന്യൂ മീൻ. ന്യൂ മീൻ എന്ന് പറയുമ്പം അത് x1 പ്ലസ് 5 കൂട്ടി, അതേപോലെ എന്താ സംഭവിച്ച മക്കളെ, x2 പ്ലസ് 5 കൂട്ടി,
x3 പ്ലസ് 5 കൂട്ടി പ്ലസ് എക്സെട്ര xn പ്ലസ് 5 കൂട്ടി, ഓരോന്നിൻ്റെ കൂടെ 5 കൂട്ടി ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൂടുന്നില്ല, അത് n ഒബ്സർവേഷൻ തന്നെയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുക, എനിക്ക് ഓരോന്നിലെയും x1 x2 ഇതെല്ലാം പഴയ പോലെ തന്നെ എഴുതിയിരുന്നെങ്കിൽ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര xn പ്ലസ് എത്ര 5 ഉണ്ട് മക്കളെ, ഇവിടെ ഒരു 5, 2 5, 3 5, അങ്ങനെ എത്ര 5 ഉണ്ട്, n 5 ഉണ്ട്. n ഇൻറ്റു 5 ഡിവൈഡ് ബൈ എന്ത് തന്നെ വന്നു, ഡിവൈഡ് ബൈ n തന്നെ വന്നു. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര xn ബൈ n പ്ലസ് n ഇൻറ്റു 5 ബൈ n ആണ്. സോ ഇതാരാ മക്കളെ, ഇത് പഴയ മീനാണ്, ഓൾഡ് മീനാണ് അല്ലേ, ഇത് നമ്മളെ മീന് ഓൾഡ് മീനാണ്, ഇതാണ് ഓൾഡ് മീൻ എന്ന് ഇരിക്കുക. ഓൾഡ് മീൻ പ്ലസ് 5 ആണ്. അതിൻ്റെ അർത്ഥം എന്താ മക്കളെ, പുതിയ മീൻ എന്ന് പറഞ്ഞത് മാറ്റം സംഭവിക്കും, എത്ര 5 ഇൻക്രീസ് ആവും, 5 കൂടുക ചെയ്യുക, ഈസ് ഇൻക്രീസ്ഡ് ബൈ 5 ആണ്. സോ ഏതാ ആൻസർ മക്കളെ, ഡി ആണ് ആൻസർ, ഈസ് ഇൻക്രീസ്ഡ് ബൈ 5 ആണ്, 5 കൂടുകയാണ് ചെയ്യുക, 5 കൂടും. പുതിയ മീന് പഴയ മീനിനേക്കാൾ 5 കൂടുകയാണ് ചെയ്യുക. ഓരോ ഒബ്സർവേഷൻ 5 വെച്ച് കൂട്ടുകയാണെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷന് ഒരു മാറ്റം വരുന്നില്ല, മൊത്തത്തിലുള്ള മീൻ എന്ത് സംഭവിക്കുന്നുണ്ട്, 5 കൂടുന്നുണ്ട്. ഓക്കെ, സോ ആൻസർ ഏതാ മക്കളെ, ഡി ആണ് ആൻസർ, കറക്റ്റ് ആൻസർ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, അത് റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഈസ് 2r, ദെൻ ഇറ്റ്സ് വോളിയം വിൽ ബി. അത് ഒരു ഗോളത്തിന്റെ ആരം 2r ആണ്, കാരണം വ്യാപ്തം കാണുക. 4/3 πr³ ഉണ്ട്, 4 πr³ ഉണ്ട്, 8/3 πr³ ഉണ്ട്, 32/3 πr³ ഉണ്ട്. നമുക്കറിയാം വോളിയം എന്ന് പറയുമ്പോൾ, സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുമ്പോൾ 4/3 πr³ ആണ്. 6 റേഡിയസ് അഥവാ ആരാണ്, സ്ഫിയർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഗോളാണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് സ്ഫിയർ ഈസ് 2r ആണ്, then its volume will be, ആക്ച്വലി ഇതാണ് റേഡിയസ്, വോളിയം ഓഫ് ദ സ്ഫിയർ. അപ്പോൾ നമ്മളെ വോളിയം ഇത് 6 ആകുമ്പോൾ, ഇതാണ് ഇക്വേഷൻ, 6 ആണെങ്കിൽ 6 റേഡിയസ് ആണ്. നമ്മളെ സ്ഫിയറിന്റെ റേഡിയസ് 2r തന്നിട്ട് ഞാൻ ഇക്വേഷൻ ഒന്ന് മാറ്റി ചെയ്താൽ അപ്പോൾ കൺഫ്യൂഷൻ ആവില്ല. വോളിയം ഓഫ് സ്ഫിയറിനെ ഞാൻ 4/3 π ഇൻറ്റു R³ എന്ന് എഴുതി. നമ്മളോട് പറഞ്ഞത് 2r ആണ്, നമ്മളെ റേഡിയസ് 2r ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് വോളിയം വിൽ ബി 4/3 π ഇൻറ്റു 2r³ ആണ്. ദാറ്റ് മീൻസ് v ഈക്വൽ ടു 4/3 π ഇൻറ്റു 2³ എന്ന് പറയുമ്പോൾ 8r³ ആണ്. ദാറ്റ് മീൻസ് ആൻസർ 32 πr³/3 ആണ്. ഏതാ ആൻസർ മക്കളെ, ഡി ആണ് കറക്റ്റ് ആൻസർ, 32 πr³/3 അഥവാ ഡി ആയിരിക്കും കറക്റ്റ്. അതായത് വോളിയത്തിന്റെ ഇക്വേഷൻ 4/3 π ഇൻറ്റു R³ ആണ്, ആ 6 റേഡിയസ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ സ്ഫിയറിന്റെ റേഡിയസ് 2r ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ R ഉള്ളിടത്തെല്ലാം ഞാൻ 2r കൊടുത്തു. സോ വോളിയം വിൽ ബി 4/3 π ഇൻറ്റു 2r³ ആണ്. ദാറ്റ് മീൻസ് 4/3 π 8r³ ആണ്. ദാറ്റ് ഈസ് 32 πr³/3 ആയിരിക്കും റിക്വയർഡ് ആൻസർ. അപ്പോൾ ഇതാണ് നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. USMOയിൽ വളരെ നല്ല സ്കോറോടെ നല്ല പ്രൈസ് മേടിക്കാൻ ശ്രമിക്കണം. ഓക്കെ മക്കളെ, താങ്ക് യു.